ഷോപ്പിങ്ങിന് പോകുന്നതിന് മുമ്പ് കുഞ്ഞു മുതലാളിമാരായ ഈസ, നൂഹ്, എമിർ എന്നിവർ വളരെ ശാന്ത മനോഭാവമുള്ള കുട്ടികളായി മാറുന്നത് നമുക്ക് കാണാം. മാത്രമല്ല സ്നേഹം, ഐക്യം എക്സെട്ര എക്സെട്ര. പോരാത്തതിന് ഇവർ 3 പേരുമായി നമ്മളോട് പറയും, നമുക്കൊന്നും വേണ്ടെന്നോ, നമുക്കൊന്നും ഐക്യം മീറ്റായി ഒന്നും നമുക്ക് വേണ്ട, ഷോപ്പ് ഒന്ന് കാണണം വരണം. പക്ഷെ നമ്മുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഇവർ 3 പേരും വിദഗ്ധമായി വാങ്ങാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് മനസ്സിൽ തയ്യാറാക്കും. ആരെങ്കിലും ഒരാൾ മറന്നു പോവാതിരിക്കാൻ 3 പേരും അവിടെ എത്തുന്നവരെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇനിയാണ് തുടങ്ങുന്നത്. ബില്ല് ഇരട്ടിയാവുന്നതിന് മുമ്പ് 3 പെറുക്കിയിട്ട് നമ്മൾ തിരിച്ചെത്തി. അപ്പൻ്റെ അക്കുമാവൻ നമ്മളോട് പറയും, പുതിയൊരു റീല് വന്നിട്ടുണ്ട്, നിങ്ങൾ അഭിനയിക്കോ? ഞങ്ങൾക്ക് നല്ല ആക്ടിങ് സ്കിൽ ഉണ്ട്. പക്ഷെ ഹീറോ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു വിവരം വിദ്യാഭ്യാസം ഇല്ലാത്ത റാഫി മാമൻ. എനിക്ക് കിട്ടിയ റോളാണെങ്കിൽ തലേണയായിട്ട് റാഫി മാമൻ ഞെട്ടൻ. ഞാൻ ആയിട്ട് അഭിനയിച്ചു. ഞാമന്റെ നെട്ടൽ നിങ്ങൾ നോക്കിയാട്ടെ, എത്ര നെട്ടലിന്റെ ആവശ്യമുണ്ട് അവിടെ. എന്നിട്ട് റാഫി മാമന്റെ ഒരു ഡയലോഗ്. അഭിനയത്തിൽ എനിക്ക് കുറച്ച് പിന്നോ, പക്ഷെ നിങ്ങൾ എന്റെ ഡാൻസ് കണ്ടിക്കാം. അതിലും പൊട്ടിപ്പാളീസായിട്ട് അവന്റെ മെയിൻ ആയിട്ടായ ജിമ്മിലേക്ക്. ജിമ്മിന്റെ കാര്യത്തിൽ അവനക്ക് പണ്ടേ ഭയങ്കര കഴിവാണ്. പണ്ട് മുതലേ വീട്ടിലുള്ള അമ്മിക്കുട്ടി കൈകൊണ്ട് തേങ്ങ പൊട്ടിക്കാൻ നോക്കുക, വീട്ടിലുള്ള മുട്ട മൊത്തം തീർക്കുക, വെളുപ്പം കാലത്ത് എണീച്ച് തലയും കുത്തു നിൽക്കുക, പലതരം ഹോബീസ്. അപ്പൊ ലൈക്ക് ഇട്ടാ, ഷെയർ ഇട്ടാ, സബ്സ്ക്രൈബ് ഇട്ടാ.